സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ബെസ്റ്റ് കസ്റ്റം ബിൽഡ് ഫോർമേഷൻ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, എത്രയും ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീട് പോകാം. പിന്നെ പറയാനുള്ളത്, ഇത് ബിഗിനേഴ്സിന് പറ്റിയ ഒരു കിടിലൻ ഫോർമേഷൻ ആണ്. നമുക്ക് നല്ല രീതിക്ക് പാസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് ബാക്ക് ഡിഫൻസ് സപ്പോർട്ട് കിട്ടുന്ന ഒരു ഫോർമേഷനാണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഫോർമേഷൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിൽ പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു യൂസർ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോ. ഫ്രീ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട്ലി കളിക്കാം, ജസ്റ്റ് മെസ്സേജ് അയക്കുക. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് പോകും. ലെറ്റ്സ് ഗോ വീഡിയോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ വരുന്നത്. 4-2-1-3 ആണ്. ബട്ട് ചില ആളുകൾ ഇത് കാണുമ്പോൾ കരുതും 4-2-2-2 ആണെന്ന്. ഓർമ്മ കാര്യമില്ല. സെക്കൻഡ് സ്ട്രൈക്കർ ജസ്റ്റ് ഒരു AMFൻ്റെ അതേ സെയിം പൊസിഷനിലാണ്. അപ്പോൾ ഇത് ഏതൊരാൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് സ്ട്രൈക്കറെ നോക്കിയില്ലെങ്കിൽ അത് കറക്റ്റ് 4-2-2-2 ആവും. നമ്മുടെ ശരിക്കും ഫോർമേഷൻ വരുന്നത് 4-2-1-3 ആണ്. അതിൽ 2 CF ഉണ്ട്, ഒരു AMF, ഒരു സെക്കൻഡ് സ്ട്രൈക്കർ, പിന്നെ 2 DMF ആൻഡ് 2 CB, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, 1 GK. നമ്മൾ ഇതാണ് ഓൾറെഡി ബിൽഡ് ചെയ്ത സ്ക്വാഡ്. അത്രയും ടൈം ലാഗാണെന്ന് കരുതിയിട്ട് ഇതിലിപ്പോൾ എന്താ, ഇതൊരു ബെസ്റ്റ് സ്ക്വാഡാണ്, കസ്റ്റമൈസ്ഡ് സ്ക്വാഡാണ്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഉടനെ വരും. ഗെയിം പ്ലേ വിത്ത് ഡീറ്റെയിൽഡ്, ഏതൊക്കെ പ്ലെയർ ഏതൊക്കെ ഭാഗത്ത് യൂസ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഇത് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിക്കാം. ക്രിയേറ്റീവ് പ്ലേ മേക്കറും അതുപോലെ A to Z ഓരോ പ്ലെയേഴ്സിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ നോക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. മെയിൻ പ്രത്യേകത, നമുക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ട്. 2 DMF ഉണ്ടായത് കൊണ്ട് നമ്മൾ ബാക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടും. പിന്നെ ഫ്രണ്ട് കുഴപ്പമില്ല. സെക്കൻഡ് സ്ട്രൈക്കർ ഉണ്ടായത് കൊണ്ട് നമുക്ക് റീബോളൊക്കെ സിമ്പിളായിക്കൊണ്ട് ഫിനിഷ് ആക്കാം. പിന്നെ നല്ല ക്രോസ് സെക്കൻഡ് സ്ട്രൈക്കർ ഇടും. നല്ലൊരു പ്ലെയർ ഇട്ടാൽ മതി. ഉദാഹരണം മെസ്സിയോ മറഡോണ, നെയ്മറോ. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരും. ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന ഡീറ്റെയിൽഡ് വീഡിയോ വരും. ജസ്റ്റ് ഒരു ഫോർമേഷൻ കിട്ടുമ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് ആക്കിയത് മാത്രമാണ്. അപ്പോഴത്തുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ബൈ, സൈനിങ് ഔട്ട്.